إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, റഹ്മാനും റഹീമുമായ എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണം പുൽകുന്ന മഹാഭാഗ്യവന്മാരിൽ അല്ലാഹു പാപികളായ സാധുക്കളായ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ പവിത്രമായ ദുൽഹിജ്ജയുടെ അതിമഹത്തായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണെന്ന് പറഞ്ഞ ദിവസമാണ് ദുൽഹിജ്ജ 9 അറഫ ദിനം. ലക്ഷക്കണക്കിന് ഹാജിമാർ പവിത്രമായ മശ്അറുൽ ഹറാമുകളിൽ ഹജ്ജിൻ്റെ
പഠിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് എത്തിച്ചേരുവാനും അതിൻ്റെതായ അധ്വാനത്തിനു വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഈ സമയങ്ങളിൽ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസത്തിൻ്റെ പവിത്രതയുണ്ട് എന്നും അതിലെ ദുൽഹിജ്ജ 9 ദിവസം ഏറെ ശ്രദ്ധേയമാണ് എന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുൽഹിജ്ജ 9 അറഫ ദിനം എന്നാ പറയാ, യൗമു അറഫ. ഇതുപോലെ ശ്രേഷ്ഠമായ ഒരു ദിനം, ഒരു ദിവസം ഒരു മതത്തിനും അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ദുൽഹിജ്ജ 9 അറഫ ദിനം. ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള ലക്ഷോപലക്ഷം ആളുകൾ ഒരേ വസ്ത്രത്തിൽ ഒരേ മനസ്സോടെ ഒരേ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അറഫ ദിനത്തിൽ ഒരുമിച്ച് കൂടുന്ന കാഴ്ച നമ്മളെല്ലാം കാണുന്നതാണ്. ആ അറഫയുടെ ശ്രേഷ്ഠതകളാണ് ഇന്നത്തെ ഖുതുബയിൽ മുഅ്മിനീങ്ങളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അറഫ ദിനത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ട ഒന്നാണ്, ആ ദിവസമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടത്. അള്ളാഹുവിൻ്റെ മതമായ, പ്രകൃതി മതമായ ദീനുൽ ഇസ്ലാം ഒട്ടനവധി അംബിയ മുർസലീങ്ങളിലൂടെ അള്ളാഹു ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത് അവസാനത്തെ ദൂതനായ നമ്മുടെ പ്രവാചകനിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ ദീനിനെ പൂർത്തീകരിക്കുകയും ആ ദീനിനെ പൂർത്തീകരിക്കുവാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത ദിവസമാണ് ദുൽഹിജ്ജ 9 അറഫ ദിനം. വിശുദ്ധ ഖുർആനിലെ ആ ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനമാണ് ഞാൻ ആദ്യം ഓതി വെച്ചത്. സൂറത്തുൽ മാഇദയുടെ ദീർഘമായ 3-ാമത്തെ വചനത്തിൻ്റെ ഒരു അല്പഭാഗം. ആ അറഫ ദിനത്തിലെ ഖുതുബയിൽ ഒട്ടനവധി കാര്യങ്ങൾ സഹാബത്തിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പകർന്നു നൽകിയപ്പോൾ എല്ലാം ഒന്നിനൊന്ന് പ്രാധാന്യമുള്ള കാര്യങ്ങളായിരുന്നു. അറഫ ദിനത്തിൽ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ ഹദീസുകളിലുണ്ട്. അതൊക്കെ വായിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആ അൽ യൗം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദിവസമാണ്, അത് അറഫ ദിവസമാണ്. ഇന്നേ ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ഞാനിതാ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. ഒട്ടനവധി പീഡനങ്ങളിലൂടെ, പ്രീണനങ്ങളിലൂടെ, മാനസികമായ പ്രയാസപ്പെടുത്തലുകളിലൂടെ തൻ്റെ കൂടെ ഒരുമിച്ച് ജീവിച്ച സഹാബത്തിൻ്റെ ചേതനയേറ്റ ശരീരം കണ്ട് ഒട്ടനവധി ഒരുപാട് പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ കടന്നുപോയി ആ ദീനിനെ കഴിവിൻ്റെ പരമാവധി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നേ ദിവസം ഈ ദീനിനെ ഞാനിതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ്. ആ വാക്ക് പ്രഖ്യാപിച്ചതിലൂടെ ഇസ്ലാം ആയിക്കഴിഞ്ഞു. ഇനി അതിലേക്കൊന്ന് കൂട്ടാനോ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട ഒന്നിനെ ചുരുക്കുവാനോ ആർക്കും തന്നെ അവകാശമില്ല. ഈ ആയത്തിനെ കുറിച്ചുകൊണ്ട് മഹാനായ ഖലീഫ ഉമർ
റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതൻ വന്ന് പറഞ്ഞ കാര്യം ചരിത്രങ്ങളിൽ കാണാം. യാ അമീറൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ ലൗ അലൈനാ മഅശറൽ യഹൂദി നസലത് ലഅത്തഖദ്നാ ദാലിക്കൽ യൗമ ഈദ. വിശ്വാസികളുടെ നേതാവായ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ഗ്രന്ഥമായ ഖുർആനിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഈ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്, അത് ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നതെങ്കിൽ, ഞങ്ങളുടെ ഗ്രന്ഥത്തിലാണ് അത് അവതരിച്ചിരുന്നതെങ്കിൽ ലത്തഖദ്നാ ദാലിക്കൽ യൗമ ഈദ, ഞങ്ങളതിനെ ഒരു ആഘോഷ ദിവസമാക്കി മാറ്റുമായിരുന്നു എന്നാണ്, ഈദാക്കി മാറ്റുമായിരുന്നു. ഇത് കേട്ടപ്പോൾ ഖലീഫ ഉമറിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഖദ് അറഫ്നാ ദാലിക്കൽ യൗം വൽ മകാന അല്ലദീ നസലത് ഫീഹി അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖായിമുൻ ബിഅറഫ യൗമ ജുമുഅ. ഞങ്ങളുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്തിറങ്ങിയ ആ ദിവസം ഞങ്ങൾക്കറിയാം. ജൂതനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് അത് ഞങ്ങൾക്കറിയാം. ആ ആയത്തിറങ്ങുമ്പോൾ പ്രവാചകൻ എവിടെയായിരുന്നു നിന്നത് എന്ന് വരെ ഞങ്ങൾക്കറിയാം. അതൊരു ദിവസമായിരുന്നു, അത് യൗമുൽ ജുമുഅയായിരുന്നു, അറഫ ദിവസത്തിലെ ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. പക്ഷെ അവിടെയും ഉമർ റളിയല്ലാഹു അൻഹു ആ ജൂതനോട് പറഞ്ഞില്ല എന്ന്, അന്ന് ഞങ്ങൾക്കൊരു ആഘോഷ ദിവസമാണ് എന്ന് പറഞ്ഞില്ല. ഇസ്ലാമിലെ ആഘോഷ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിപ്പിക്കേണ്ടത് അള്ളാഹുവും അവൻ്റെ ദൂതനുമാണ്. എന്നാൽ ആ അറഫ ദിനത്തിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ പുണ്യങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ദീനിൽ ഇസ്ലാമിലേക്ക് ദിനേനയൊന്നോണം തോന്നിയത് ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടിക്കൊണ്ടിരിക്കുന്ന, അതൊരു അന്നദാനമല്ലേ, അതൊരു ചീരിണിയല്ലേ, അതൊരു ഖുർആൻ പാരായണമല്ലേ, അതൊരു ദിക്റല്ലേ, അതൊരു മദ്ഹല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദിനേന എന്നോണം ഇസ്ലാമിലേക്ക് പുതിയ പുതിയ ആചാരങ്ങൾ കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ജൂതൻ ചോദിച്ച ചോദ്യവും ആ ജൂതനോട് ഉമർ തങ്ങൾ പറഞ്ഞ മറുപടിയും ശ്രദ്ധേയമാണ്. സഹോദരങ്ങളെ, ആ ഇസ്ലാമിനെ പൂർത്തീകരിച്ച ദിവസമാണ് ഒർണ താഴ്വരയിൽ വെച്ച് ആ അറഫ ദിവസം. അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്, മനസ്സിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. അറഫ ദിനത്തിന് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹു ആ പ്രത്യേകമായ ദിവസത്തെ ഖുർആനിൽ സത്യം ചെയ്തതായി കാണാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആ ദിവസത്തെ സത്യം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് ഏറെ മഹത്വമുള്ളതായിരിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞൊരു കാര്യമാണ് വശാഹിദിൻ വമശ്ഹൂദ്. ഖുർആനിലെ സൂറത്തുൽ ബുറൂജിന്റെ 3-ാമത്തെ വചനമാണ്. വസ്സമാഇ ദാത്തിൽ ബുറൂജ് ഇങ്ങനെ ഓതുമ്പോൾ 3-ാമത്തെ ആയത്താണ് വശാഹിദിൻ വമശ്ഹൂദ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ അള്ളാഹുവിൻ്റെ റസൂല് തന്നെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ഈ ഷാഹിദ്, എന്താണ് ഈ മശ്ഹൂദ്? അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് അൽ യൗമുൽ മൗഊദ്, യൗമുൽ ഖിയാമ. അതിൻ്റെ മുമ്പ് പറഞ്ഞ യൗമുൽ മൗഊദ് എന്ന് പറഞ്ഞാൽ അത് അന്ത്യനാളാണ്. വൽ യൗമുൽ മശ്ഹൂദ്, ആ മശ്ഹൂദാക്കപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ അത് യൗമു അറഫ. വശാഹിദിൻ വ മശ്ഹൂദിലെ ആ മശ്ഹൂദ് എന്ന് പറഞ്ഞാൽ അത് അറഫ ദിനമാണ്. വശാഹിദ് എന്ന് പറഞ്ഞ പ്രയോഗം യൗമുൽ ജുമുഅ, അത് വെള്ളിയാഴ്ച ദിവസമാണ്. വിശുദ്ധ ഖുർആനിൽ അറഫയെ വിളിച്ച് അള്ളാഹു സത്യം ചെയ്തിരിക്കുകയാണ്. യൗമുൽ ജുമുഅയെ വെച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്തിരിക്കുകയാണ്. ഈ ലോകത്തേക്ക് ഇനി കടന്നു വരാനിരിക്കുന്ന അനധിവിദൂരമല്ലാത്ത യൗമുൽ ഖിയാമ, ആ യൗമുൽ ഫസഇന്റെ അതിഭീകരമായ ദിവസമാകുന്ന അന്ത്യനാളിനെ കുറിച്ചുകൊണ്ട് സത്യം ചെയ്ത കൂട്ടത്തിലാണ് അള്ളാഹു അറഫ ദിനത്തെ സത്യം ചെയ്തിട്ടുള്ളത്.
അപ്പം അതിൻ്റെ പ്രാധാന്യം ശ്രദ്ധേയമാണ്. മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറഞ്ഞത് വശ്ശഫ്ഇ വൽ വത്ർ എന്നാണ്. എന്താണ് ഈ വശ്ശഫ്ഇ വൽ വത്ർ? ഷഫ്ഇ എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നാണ് അർത്ഥം. വത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റ എന്നാണ് അർത്ഥം. ഏതാണ് ഈ ഒറ്റയും ഇരട്ടയും? അതിനെ കുറിച്ചുകൊണ്ട് മഹാനായ ഹിബ്റുൽ ഉമ്മ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് അശ്ശഫ്ഇ എന്ന് പറഞ്ഞാൽ വൽ ഫജ്റിലെ ആ ഇരട്ട എന്ന് പറഞ്ഞാൽ അത് യൗമുൻ നഹർ, യൗമുൻ നഹറാണ്. അതായത് ബലിദിനം, പെരുന്നാൾ ദിവസം. വൽ വത്ർ എന്ന് പറഞ്ഞാൽ യൗമു അറഫ. വൽ ഫജ്റിലൂടെ അല്ലാഹു സത്യം ചെയ്ത ആ ഒറ്റയിട്ട ദിവസം അത് അറഫാ ദിനമാണ്, ദുൽഹിജ്ജ 9 ദിവസമാണ് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതേ സൂറത്തുൽ ഫജ്റിൽ നമ്മൾക്ക് കാണാം വലയാലിൻ അശ്ർ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞു വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ ആ 10 രാവുകൾ. ആ 10 രാവുകൾ ഏതൊക്കെയാണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്ന ഭാഗത്ത് തഫ്സീറുസ് സഅദിയിൽ നമുക്ക് കാണാം വഫി അയ്യാമി അശ്രി ദിൽ ഹിജ്ജ. ഇബ്നു കസീറും അതേ വാക്ക് പറഞ്ഞു. ആ 10 രാവുകൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് കഴിയുന്നവർ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം സഅദി വീണ്ടും പറയുകയാണ് വൽ വുഖൂഫു ബിൽ അറഫ. അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസം, അറഫയിൽ ഹാജിമാർ സംഗമിക്കുന്ന ദിവസം, ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോഴുള്ള പ്രത്യേകത അല്ലദീ യഗ്ഫിറുല്ലാഹു ഫീഹി ലിഇബാദഹു മഗ്ഫിറതൻ യഹ്സനു ലഹ ശൈത്താൻ. ഹാജിമാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്ന ആ ദിവസം അന്ന് ഏറ്റവും കൂടുതൽ കരയുന്ന, അന്ന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരാളാണ് ശൈത്താൻ. അറഫാ ദിനമെത്തിയാൽ ശൈത്താൻ ഏറെ സങ്കടപ്പെടുമെന്നാണ്. മാത്രമല്ല ഫമാ റഅയ ശൈത്താൻ അഹ്ഖറ വലാ അദ്ഹറ മിൻഹു ഫീ യൗമി അറഫ ലിമാ യറാ മിൻ തുനസ്സിലുൽ അംലാകി വറഹ്മതി മിനല്ലാഹി ലിഇബാദ. അല്ലാഹുവിൻ്റെ ആ അറഫയിൽ നിൽക്കുന്ന അടിമകളിലേക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങുന്ന, അല്ലാഹുവിൻ്റെ മലായിക്കത്തുകൾ ഇറങ്ങുന്ന ദിവസമാണ് ദുൽഹിജ്ജ 9. വയഖഉ ഫീഹാ കസീറുൻ മിനൽ അഫ്ആലിൽ ഹജ്ജ് വൽ ഉംറ. ധാരാളം പ്രവർത്തനങ്ങൾ അന്ന് മുഅ്മിനീങ്ങൾക്ക് ചെയ്യാനുണ്ട്, ഹജ്ജ് പോലെ ഉംറ പോലെയുള്ള നന്മകൾ. വഹാദിഹി അശ്യാഉൻ മുഅല്ലമ. ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. മുസ്തഹിഖത്തുൽ ലിഅൻ യഖ്സിമുല്ലാഹ് എന്ന് മുഫസ്സിറുകൾ ഇങ്ങനെ വിശദീകരിക്കുന്നതായി അറഫാ ദിനത്തെക്കുറിച്ച് പറയുന്നതായി ഖുർആനിൻ്റെ ആയത്തിൻ്റെ വിശദീകരിച്ച് പറയുന്നതായി നമുക്ക് കാണാം. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. അറഫാ ദിനത്തെ വെച്ച് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്താ? ആ ദിനമാണ് അള്ളാഹു ദീനിനെ പൂർത്തിയാക്കിയത്. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ധാരാളം പേരെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിനമാണ് അത്രേ അറഫാ ദിനം. അള്ളാഹു അവരിൽ നമ്മെ ഒരംഗമായി ചേർക്കുമാറാകട്ടെ. ആ അറഫാ ദിനത്തിൽ ഒരുപാട് ആളുകൾ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞില്ലേ? എന്താണ് ആ ഇബാദുർ റഹ്മാനെ കുറിച്ച് പറഞ്ഞത്? അതേ, അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. എങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്? അവരെ പ്രാർത്ഥനകൾ എങ്ങനെ പറയുമ്പോൾ നമുക്ക് കാണാം, അതേ അല്ലാഹുവേ ഇന്നഹാ സഅത്ത് മുസ്തഖറൻ വ മുഖാമ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത്ത് മുസ്തഖറൻ വ മുഖാമ. ആ പറയപ്പെട്ട മോശപ്പെട്ട സങ്കേതത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന, ഒട്ടനവധി ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ്. ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തീർച്ചയായും ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫാ ദിനത്തിൽ അല്ലാഹു അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്രത്തോളം പുണ്യമേറിയ മറ്റൊരു ദിവസമില്ല.
അത്രത്തോളം പ്രാധാന്യമുള്ള ദിവസമാണ് യൗമ അറഫ. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിലെ ഹദീസാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, നരകമോചനം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ഈ ദിവസത്തിൻ്റെ പവിത്രത അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? ഒരിക്കലും സാധ്യമല്ല. നാലാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? അറഫയിൽ സംഗമിക്കുന്ന ഹാജിമാർ. അറഫയിൽ സംഗമിക്കുന്ന ഹാജിമാരെ കുറിച്ച് അള്ളാഹു മലക്കുകളോട് സംസാരിച്ച് അഭിമാനം കൊള്ളുമെന്നാണ്. അത്രത്തോളം പ്രാധാന്യമുണ്ട് ആ ദിവസത്തിന്. അള്ളാഹു അടിമകളെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന ദിനം. തൻ്റെ വിളിക്കുത്തരം നൽകി ശുഭ്രസാഗരം പോലെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന വെള്ളവസ്ത്രധാരികളായ ഹാജിമാർ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ പൊടിപിടിച്ച ശരീരമായി, വിയർത്തൊലിക്കുന്ന ശരീരമായി, ക്ഷീണിക്കുന്ന മുഖവുമായി അറഫയിൽ ഹാജിമാർ നിൽക്കുമ്പോൾ മലക്കുകളോടല്ല പറയും. എന്തു പറയും? ശ്രദ്ധേയമാണ്. എന്താ പറയാ? ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹിൽ മലായികത ബിഅഹ്ലി അറഫാത്ത് യഖൂൽ ഉൻദുറൂ ഇലാ ഇബാദി ശുഅസൻ ഉബ്റാ. മലക്കുകളോട് എന്താണ് അല്ലാഹു പറയാ? അറഫയിൽ നിൽക്കുന്ന ഹാജിമാരെ നോക്കിയിട്ട് എന്താ പറയാ? അല്ലാഹു ഇങ്ങനെ പറയും, അഭിമാനം കൊണ്ടുകൊണ്ട് പറയും, ജട പിടിച്ച മുടിയുമായി, അതുപോലെ തന്നെ പൊടിപുരണ്ട ശരീരമായി എൻ്റെ അടിമകൾ ഈ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നോക്കൂ മലക്കുകളെ എന്ന് അള്ളാഹു പറയുമെന്നാണ്. അത്രത്തോളം അള്ളാഹ് അഭിമാനിക്കുന്ന ആൾക്കാരാണ്. നമ്മളോടൊക്കെ യാത്ര പറഞ്ഞ് ആ മണ്ണിലേക്ക് എത്തിപ്പെട്ട ഹാജിമാരുടെ പവിത്രത, ശ്രേഷ്ഠത എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ നേട്ടം എന്ന് പറഞ്ഞാൽ അടിമകളിലേക്ക് അള്ളാഹു ഭൂമിയോട് അടുത്ത് വരുന്ന ദിവസമാണത്രേ ആ അറഫ ദിനം. അള്ളാഹു ഭൂമിയോട് അടുത്ത് വരുന്ന സമയം രാത്രിയുടെ 1/3 ഭാഗമാകുമ്പോഴാണ്. അതോടൊപ്പം ചേർത്ത് പറഞ്ഞ കാര്യമാണ് അറഫ ദിനം. ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ അവരുടെ സമീപത്തേക്ക് അള്ളാഹു അടുത്ത് വരും. ചില്ലറ കാര്യമാണോ? ചെറിയ വിഷയമാണോ? അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയിൽ റിവായത്തിന്റെ ഹദീസിൽ തന്നെ കാണാം, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീ അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. നേരത്തെ നമ്മൾ പറഞ്ഞു. അതിന് ബാക്കി എന്താ? വഇന്നഹു ലയദ്നു. തീർച്ചയായും അല്ലാഹു അവരോട് സമീപത്ത് വരും, അടുത്ത് വരും. ثم يباهي بهم الملائكه فيقول ما اراد هؤلاء. അല്ലാഹു അടുത്ത് വന്നിട്ട് മലക്കോട് ചോദിക്കുത്തരേ, എന്താണ് ഈ ഹാജിമാർ ഉദ്ദേശിക്കുന്നത്? അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അള്ളാഹ് അഭിമാനം കൊള്ളാൻ വേണ്ടി അത് ചോദിക്കുമെന്നാണ്. അപ്പൊ ആ അറഫ ദിനം അള്ളാഹു അടിമകളോട് അടുത്ത് വരുന്ന ദിവസമാണെന്ന് സ്വഹീഹ് മുസ്ലിമിൽ തന്നെ നമുക്ക് ഹദീസ് വായിക്കാൻ പറ്റും. പിന്നെ അറഫയുടെ 6ാമത്തെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അറഫയിലെ പ്രാർത്ഥന ഉത്തരം കിട്ടാതെ കൈമടക്കാൻ കഴിയാത്ത പ്രാർത്ഥനയാണ് എന്നാണ്. നമുക്കറിയാം, ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്താ കൂട്ടരെ? പ്രാർത്ഥനയാണ്. അതൊരിക്കലും നമുക്ക് തട്ടിമാറ്റാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഫുർഖാൻ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് എന്താ? ഖുൽ മാ യഅ്ബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. പ്രവാചകരെ, താങ്കൾ എന്നോട് പ്രാർത്ഥിക്കാത്തൊരവസ്ഥയുണ്ടായാൽ നിങ്ങളെ ഞാൻ പരിഗണിക്കില്ല. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല സമയങ്ങളാണ് തഹജ്ജുദിന്റെ സമയം, നമസ്കാരങ്ങളിലെ സുജൂദുകൾ, പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരങ്ങളിലെ സുജൂദുകൾക്ക് അതിന് സമയം കണ്ടെത്തണം. അതുപോലെ സഹോദരങ്ങളെ, ബാങ്ക് ഇഖാമത്തിന്റെ ഇടയിൽ യാത്രക്കാരനാകുമ്പോൾ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, നോമ്പുകാരന്റെ പ്രാർത്ഥന, ഇതൊക്കെ സഹോദരങ്ങളെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ്. അതിൽ ചേർത്തി പറഞ്ഞ സമയമാണ് അറഫ ദിവസം. ആ അറഫ ദിവസത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? ഖൈറുദ് ദുആ ദുആഉ യൗമി അറഫ. ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് അറഫ ദിവസത്തിൽ നടത്തുന്ന പ്രാർത്ഥനയാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസിയുടെ പ്രത്യേകത തരങ്ങൾ, ചിലരൊക്കെ കരയും. ആത്മാർത്ഥതയുടെ ലക്ഷണമാണ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് റബ്ബിനോട് മാത്രമായിരിക്കണമെന്നാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥനയുടെ ഒരു അംശം കടന്നു പോകാൻ പാടില്ല. കണ്ടില്ലേ നിങ്ങൾ, ഹജ്ജിന് പോയ ആയിരക്കണക്കിന് ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ അജ്മീർ വഴിയാണ് പോണത്. ഹജ്ജിന് പോകുമ്പോൾ പല മഹാന്മാരുടെ ജാറങ്ങളുടെ സമീപങ്ങളിലൂടെ പോണത്.
എന്നിട്ട് അവിടെ ചെന്നുകൊണ്ട് ആ മഹാനോട് തേടുകയാണ്, കുഴപ്പങ്ങളൊന്നുമില്ലാതെ എത്തിക്കണേ. അള്ളാഹു വിളിച്ച ആ വിളിക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി പോകുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ കേവലം മരണപ്പെട്ടു പോയി മൺമറഞ്ഞു പോയ അടിമകളോട് തേടിക്കൊണ്ടാണ്. അള്ളാഹ് പറഞ്ഞത് എന്താ? ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും. തേടി ഞങ്ങളെ തേട്ട അവർ കേൾക്കൂല. അതിന്റെ തഫ്സീറിലെ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ പറഞ്ഞത് കൽ മലായികതി കൽ അംബിയാഇ വൽ ജിന്നി വശയാതീൻ. അതിൽ ശൈത്താന്മാർ പെടും, ഓല് കേൾക്കൂല. അമ്പിയാക്കന്മാർ പെടും, ഓല് കേൾക്കൂല. പിന്നുണ്ട് അമ്പിയാക്കന്മാരെ താഴെയുള്ള ആൾക്കാർ. എന്നിട്ട് ആയത്തിന്റെ വാക്യം എന്താ നിങ്ങൾ കേൾക്കൂല എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് വലൗ സമിഉ. വലൗ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ അവിടെ വിശദീകരിച്ചത് ഫറളൻ എന്നാണ്, കേൾക്കുക തന്നെയില്ല. ഒരിക്കലും കേൾക്കില്ല. ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ ആ പ്രയോഗം എന്താണ്? ഒരിക്കലും കേൾക്കൂല എന്ന് അർത്ഥാക്കാനാണ്. ഉത്തരം തരൂല. ഇതൊക്കെ അള്ളാഹ് പച്ചയായിട്ട് പറഞ്ഞിട്ടും അതങ്ങനെയല്ല, അതൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നൊരു സമൂഹം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. എത്ര റിസ്ക് എടുത്തിട്ടാണ് ഹജ്ജിനൊക്കെ പോണതല്ലേ? എന്നിട്ടും ഇത്തരം ഷിർക്കിന്റെ വചനങ്ങൾ ഉച്ചരിച്ചിട്ട് അവിടെ ചെന്നിട്ട് എന്താ പറയാ? അവിടെ ചെന്നിട്ട് എന്താ പറയണത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. നിനക്ക് പങ്കുകാരില്ല റബ്ബേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, സ്വീകരിക്കോ. നിന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഒരേ ഒരു പ്രവർത്തനമേ ഇസ്ലാമിലുള്ളൂ, അത് ശിർക്കാണ്. ആരോടാണത് പറഞ്ഞറിയങ്ങൾക്ക്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയോടല്ല പറയണത് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ പോലും നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്നാണ്. പൊളിഞ്ഞു പോകുന്നു മാത്രമല്ല ലയകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. പിന്നെ ആ ഹബീബായ റസൂലുള്ളാഹി ചെയ്യൂല നമുക്ക് ഉറപ്പാണ്. എന്തിനത് പറഞ്ഞത്? ആ റസൂലുള്ള ചെയ്താൽ വരെ അള്ളാഹ് പൊറുക്കൂല. അത് കുറേ വട്ടം ചെയ്യുന്ന വേണ്ട. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ അള്ളയല്ലാത്തവരിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ മതി, ഓൻ ശിർക്ക് ചെയ്തവനാണ്. തിരിഞ്ഞു മടങ്ങണം. അള്ളാഹ് തയ്യാറാണ്. ഏത് തെറ്റുകൾ ചെയ്തവരെയും തൗബ ചെയ്താൽ തിരിച്ചെടുക്കാൻ അള്ളാഹ് തയ്യാറാണ്. അതുകൊണ്ട് പ്രാർത്ഥന റബ്ബിനോട് മാത്രമാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവസാനത്തിന് പ്രത്യേകത എന്താ നിങ്ങൾ? അറഫാ ദിനത്തിലൊരു നോമ്പുണ്ട്. ആ നോമ്പ് മുഅ്മിനീങ്ങളെല്ലാം നോൽക്കണം. ഇന്ന് നമ്മൾ ദുൽഹിജ്ജ 7-ലാണ്, നാളെ ദുൽഹിജ്ജ 8-ആണ്, ഞായറാഴ്ച ദുൽഹിജ്ജ 9-ആണ്, ഈ വരുന്ന തിങ്കളാഴ്ച നമുക്ക് പെരുന്നാളാണ്. ആണല്ലോ? അതെ. അപ്പൊ ആ ദുൽഹിജ്ജ 9 വരുന്ന നമുക്ക് ഞായറാഴ്ചയാണ്. അപ്പൊ ഞായറാഴ്ച മുഅ്മിനീങ്ങളൊക്കെ നോമ്പ് നോൽക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, എന്താ റസൂലുള്ളാഹി നോമ്പിനെ കുറിച്ച് പറഞ്ഞ് 2 കൊല്ലത്തെ പാപം പൊറുക്കുന്ന, 2 കൊല്ലത്തെ പാപം പൊറുക്കും. ഹദീസിൽ നമുക്ക് കാണാം സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറു സനതല്ലതി ഖബല. കഴിഞ്ഞ കൊല്ലത്തെ പാപം, വരാനിരിക്കുന്നൊരു കൊല്ലത്തെ പാപം, 2 കൊല്ലത്തെ പാപം പൊറുക്കണ നോമ്പാണ്. ചുരുങ്ങിയ മണിക്കൂറുകൾ നോമ്പെടുത്താൽ കിട്ടുന്ന നേട്ടം. എത്ര പാപങ്ങളുണ്ട് നമ്മളെ ജീവിതത്തിൽ, അത് പൊറുക്കാൻ വേറെന്താ വഴി ഉണ്ടോ? ഇങ്ങനത്തെ നന്മകളല്ലാതെ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അതിൽ ഗൗരവത്തോടെ കാണണം. വസ്സനതല്ലതി ബഅദ, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഡൗട്ടാണ്, അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്താണ്? ഹാജിമാർ അവിടെ നിൽക്കുമ്പോഴാണോ അതല്ല ഇവിടെ മാസം കണ്ടാലാണോ? ഇത് തീരലില്ല ഈ തർക്കം. ഇപ്പോഴും ഡൗട്ടാണ്. ഇനിയിപ്പോൾ നമ്മളെ നാട്ടിലെ മാസം കണ്ടിട്ട് നോമ്പ് നോൽക്കണോൽക്കും സംശയമാണ്. എന്നാലും ഇപ്പം അങ്ങനെ തന്നെ ആയിരിക്കുമോ? ഇത് തീരില്ലല്ലോ അല്ലേ സഹോദരങ്ങളെ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടു പോയൊരു കാര്യമാണ് സഹോദരങ്ങളെ, അറഫ നോമ്പ് നോൽക്കേണ്ട ദുൽഹിജ്ജ 9-നാണ്. ആ ദുൽഹിജ്ജ 9 നമ്മുടെ നാട്ടിലെ അറഫ ദിവസം മാസം കണ്ട് ചന്ദ്രപ്പിറവി കണ്ട് നമ്മൾ കണക്ക് കൂട്ടുന്ന ദിനമെന്നോ അന്നാണ്. അല്ലാതെ അവിടെ ഹാജിമാർ നിൽക്കുമ്പോൾ അവരോട് നമ്മൾ ഒത്തൊരുമിച്ച് നോമ്പ് നോൽക്കാൻ പറഞ്ഞ ഒരു തെളിവുമില്ല. അത് ഞാൻ കുറച്ച് കനം കൂട്ടി പറഞ്ഞ എന്താ അറിയോ? ഇല്ലാത്തോണ്ടാണ്. അവിടെ ഓല് നിൽക്കുമ്പോഴാണ് നോമ്പ് നോൽക്കേണ്ടതെന്ന്. അത് വെറും ജഹാലത്ത് മാത്രമാണ്. പിന്നെ പറയും കാലഘട്ടമൊക്കെ വികസിച്ചില്ലേ, വാട്സപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഒക്കെ വന്നില്ലേ, അതുകൊണ്ട് അവിടെ ചന്ദ്രനെ കണ്ടാൽ ഇവിടെയും നമുക്ക് നോക്കാൻ പറ്റിയ കാലല്ലേ. എന്തേ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിൻ്റെ ജീവിതത്തിൽ അവർ മദീനയിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയപ്പോൾ അവിടെ നോമ്പില്ല.
അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നോമ്പാണ്. സഹാബത്തിനോട് റസൂൽ പറഞ്ഞത് നാട്ടിലെ അവിടുത്തെ സമ്പ്രദായം എന്തോ അവരുടെ കൂടെ കൂടുക എന്നാണ്. വന്നിട്ടില്ലേ? നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് സഹോദരങ്ങൾ ഈ വസ്വാസ് ഉണ്ടാക്കുന്ന കുറേ ജാതി ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ആ വിഷയത്തിൽ ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. നമുക്ക് ആർക്കും അതിലെന്ത് വേണ്ടതില്ല, യാതൊരു സംശയവും വേണ്ടതില്ല. അപ്പം യൗമു അറഫ നമ്മുടെ നാട്ടിലെ മാസം കാണുന്നതനുസരിച്ചാണ്. അൽഹംദുലില്ലാ നമുക്കതിൻ്റെതായ കൃത്യമായ പണ്ഡിതന്മാർ അത് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ, അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് ദുൽഹിജ്ജ 7 പറഞ്ഞത്. എല്ലാ മാസവും നമ്മുടെ മാസം നോക്കിയിട്ട് തന്നെ ഓരോ മാസം ക്ലിയർ ആക്കല്. അത് കലണ്ടർ നോക്കിയിട്ടല്ല. കലണ്ടർ നോക്കി തിട്ടപ്പെടുത്താൻ പറ്റൂല. നമ്മുടെ നാട്ടിലെ ചില ആളുകളുണ്ട്, ഏതെങ്കിലും 3 മാസം നോക്കിയാൽ മതി. അതിനേക്കാൾ വലിയ ജഹാലത്ത് വേറെന്തള്ള്. അതെങ്ങനെ ആ 3 മാസം മാത്രം നോക്കല്, ബാക്കി കണക്കൊന്നും വേണ്ടേ? ബാക്കി എങ്ങനെയല്ല ആയിക്കോട്ടെ എന്നാ. ചില ആൾക്കാർക്ക് മാസം കാണേണ്ടതേ ഇല്ല, ശാസ്ത്രം പറഞ്ഞാൽ മതി. ഇവിടെയാണ് കണ്ണുകൊണ്ട് കാണുക. മഴമേഘം മൂടി നിങ്ങൾ ആ ചന്ദ്രനെ കണ്ടില്ല എങ്കിൽ 30 പൂർത്തിയാക്കുക. ഹബീബായ പ്രവാചകന്റെ ഹദീസാണത്. അതുകൊണ്ട് എക്കച്ചക്കിന് പോണ്ട. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ചയാണ് നമുക്ക് ദുൽഹിജ്ജ 9. അള്ളാഹു നമുക്കത് നോമ്പ് നോൽക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അറഫാ ദിനത്തിൽ ധാരാളം തഹ്ലീൽ വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വിട്ടുപോകാൻ പാടില്ല. അത് വിട്ടുപോയത് പൂർത്തിയാവില്ല. എന്താ ഈ തഹ്ലീൽ? അറഫാ ദിവസത്തിൽ നോമ്പ് നോൽക്കണം. അന്ന് എത്തിയാലേ ധാരാളം തഹ്ലീൽ. എന്താ ഈ തഹ്ലീൽ? അള്ളാഹുവിൻ്റെ റസൂലിന്റെ സഹാബിയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന അശിയ്യത അറഫ. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും അറഫാ ദിനത്തിൽ പറഞ്ഞു പോയ ശ്രേഷ്ഠമായ വാക്ക് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അറഫാ ദിനത്തിൻ്റെ അന്ന് പ്രത്യേകം വർദ്ധിപ്പിക്കുക. ഇത് നമുക്കൊക്കെ അറിയണ വേർഡുകൾ ഇതിലുണ്ട്. ഞാൻ ഒന്നുകൂടി അത് ആവർത്തിക്കുകയാണ്, നിങ്ങൾ മനസ്സുകൊണ്ട് ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താ റസൂൽ പറഞ്ഞത്? അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന അശിയ്യത അറഫ. അറഫാ ദിവസം പണ്ടേ ശ്രേഷ്ഠതയുണ്ട്. ആ ദിവസത്തിൽ ഞാനും പ്രവാചകന്മാരും മറ്റു പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കേതാണ്? ഈ പറഞ്ഞ ദിക്റാണ്. അതിന് പറയുന്ന പേര് തഹ്ലീൽ. അത് അധികരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല സഹോദരങ്ങളെ, അറിയുന്ന മറ്റു അദ്കാറുകളും ഉരുവിടേണ്ട സമയമാണ് ആ ദിവസം. അതുകൊണ്ട് നോമ്പ് നോൽക്കേണ്ട സമയങ്ങളാണ് അതൊക്കെ. എത്ര ആൾ നോമ്പിലാണ് അറിഞ്ഞുകൂടാ. ആരെയും നിർബന്ധിക്കാനൊന്നും പറ്റൂല. സഹോദരങ്ങളെ, അടുത്ത വർഷം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ നമുക്കറിയില്ല. കഴിവിൻ്റെ പരമാവധി ഇപ്പം നമ്മളെ മനസ്സിലൂടെ നമ്മൾ ചോദിക്കുക, ഇപ്പം ദുൽഹിജ്ജ 7 ഈ 7 ദിവസമായിട്ട് ഞാനിപ്പോൾ എത്ര എടുത്തു? അതല്ല ഞാനിങ്ങനെ അശ്രദ്ധനായി അത് വിട്ടുകളഞ്ഞോ? എനിക്കും ചെല്ലണമല്ലോ പരലോകത്ത്. അവിടെ എൻ്റെ നന്മ എനിക്ക് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ആ ഒരു ചിന്ത സഹോദരങ്ങളെ ചിന്തിച്ചുകൊണ്ട് നാളെ കൂടി നമുക്ക് അറഫൻ്റെ മുമ്പ് പഠിപ്പിച്ചൊരു നോമ്പുണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ദീനിൽ നമുക്ക് കിട്ടുന്ന വലിയ ഓഫറുകളാണ് ഈ ദിവസങ്ങൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല നിങ്ങളോട്, അള്ളാഹുവിൻ്റെ അടുക്കൽ അറഫാ ദിവസത്തിൻ്റെ അത്ര ശ്രേഷ്ഠതയുള്ള വേറെ ദിനങ്ങളില്ല എന്നാണ്. അതിനൊക്കെ മനസ്സിൽ അതിൻ്റെതായ സ്ഥാനങ്ങൾ മനസ്സിലാക്കി നന്മയിലേക്ക് മുന്നേറുക. അതിന് ഈമാൻ വേണം. റബ്ബിനോട് ധാരാളം ദുആ ചെയ്യുക. അള്ളാഹു അവരിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുന്ന തിങ്കളാഴ്ച നമുക്ക് പെരുന്നാളാണ്. നമ്മുടെ പള്ളിയിൽ 7 മണിക്കാണ് നമസ്കാരം. ഞാൻ പള്ളിയിൽ എന്ന് പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല. സാധാരണ നമ്മൾ ഈദ്ഗാഹ് സംഘടിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മളത് ഇല്ല എന്ന് പറയുന്നില്ല. കാലാവസ്ഥയുടെ അവസ്ഥകൾ നോക്കിയിട്ടായിരിക്കും ഈദ്ഗാഹ് സംഘടിപ്പിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് 7 മണിക്ക് നമസ്കാരം ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ബലിപെരുന്നാൾ ദിവസം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ നമ്മൾ മുമ്പത്തെ ഖുതുബകളിലൊക്കെ പറഞ്ഞതാണ്. എന്നാലും വിശ്വാസികളോട് ഞാനത് ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന അഅ്ളമൽ അയ്യാം ഇൻദല്ലാഹ് തബാറക വ തആല യൗമുൻ നഹർ.
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് യൗമുൻ നഹർ, അതായത് പെരുന്നാൾ ദിവസം, അറവ് ദിനം എന്ന് പറഞ്ഞത്, അറവ് ദിനം. അതുകൊണ്ട് ഈ ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്ത്, ഉളുഹിയ്യത്ത് അറുക്കുന്നവർക്ക് ശ്രേഷ്ഠമായ ദിവസം ഏതാണ്? ആ പെരുന്നാളിൻ്റെ ഫസ്റ്റത്തെ ദിവസമാണ്. അതിൻ്റെ ബാക്കിയുള്ള ദിവസം അറുക്കാൻ പറ്റൂല എന്നല്ല, അങ്ങനെ കുറച്ച് ദിവസം കൂടി പറഞ്ഞിട്ടുണ്ട്, പറ്റൂല എന്നല്ല, ഏറ്റവും ശ്രേഷ്ഠം ഫസ്റ്റ് ദിവസം. കാരണം ഫസ്റ്റത്തെ ദിവസത്തിന് കൊടുത്ത പേര് തന്നെ യൗമുൻ നഹർ എന്നാണ്, അറവിൻ്റെ ദിനം. അപ്പം അതുകൊണ്ട് അന്ന് പെരുന്നാൾ ആഘോഷിക്കേണ്ട തിരക്കിലായിരിക്കൂലേ, അതുകൊണ്ട് സമയം ഉണ്ടാവുമോ? അതൊക്കെ ഒരു നന്മയാണ്. ആ നന്മയിലേക്ക് മുന്നിട്ടിറങ്ങിയാൽ അവർക്ക് ശ്രേഷ്ഠത ഉണ്ട്. തുടർന്നുള്ള ദിവസങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്, അന്നും ആകാം. അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പരിസരങ്ങളിലൊക്കെ, നമ്മുടെ പള്ളിയിൽ ഇപ്രാവശ്യം അറവില്ല, എന്നാൽ നമ്മുടെ പരിസരങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട സംഗതികളുണ്ടാവും. സഹകരിക്കുക, ആ നന്മയിലെന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ പുതുവസ്ത്രം, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, പുതുവസ്ത്രം ധരിക്കുക പെരുന്നാളിൻ്റെ ഒരു സുന്നത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹറാമായ ശിർക്ക് കലർന്ന ഒട്ടനവധി ആഘോഷങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അതിലൊന്നും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭാഗമാക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അത് നമ്മളെ പരലോകത്തെ ബാധിക്കുന്ന കേസാണ്. എന്നാൽ നമുക്കുള്ള ആഘോഷമാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അതിൽ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പരമാവധി സന്തോഷം പങ്കിടുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി എന്ന് തുടങ്ങുന്ന ദുആ ചെയ്യുക. പുതുവസ്ത്രം ധരിച്ച ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തുബിലി വയുഖലിഫുല്ലാഹു തആല എന്നൊക്കെ അവരോട് പ്രത്യേകം അങ്ങോട്ട് സന്തോഷം പങ്കിടുക. അതൊക്കെ സുന്നത്തിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. പ്രത്യേകമായൊരു കുളി ഉണ്ടെന്ന്, നമ്മളെല്ലാ ദിവസവും കുളിക്കലുണ്ടാവും. പക്ഷെ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ജുമയൊക്കെ കുളിക്കണ പോലെ, ജുമ ദിവസം പ്രത്യേക കുളി ഉണ്ടല്ലോ, അതേപോലെ പെരുന്നാൾ ദിവസം നീയത്ത് വെച്ചുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കുളി സുന്നത്താണ്. അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുഗന്ധമൊക്കെ പുരട്ടി ഈദ്ഗാഹുകളിലേക്ക്, മുസല്ലയിലേക്ക് നടന്നു നീങ്ങുക. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം സുഗന്ധത്തിൻ്റെ വിഷയം അവർക്ക് ഹറാമാണ്, ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പുറത്തിറങ്ങുമ്പോൾ വീട്ടിൽ അവരുടെ ഭർത്താവിൻ്റെ മുന്നിലാകാം, അല്ലാതൊക്കെ നമുക്ക് അറിയുന്ന വിഷയങ്ങളാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈദ്ഗാഹുകളാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് മദീന പള്ളിയിൽ നിന്ന് കുറച്ച് അകലെയായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ ഈ ഓരിമുക്ക് പള്ളീനേക്കാളൊക്കെ എത്രയോ പുണ്യം കിട്ടുന്ന കൂലി കിട്ടുന്ന പള്ളിയല്ലേ മദീന പള്ളി. എന്നിട്ട് എന്തേ അന്ന് റസൂലുള്ള പള്ളിയിൽ സംഘടിപ്പിക്കാതെ മുസല്ലയിലേക്ക് പോയത്? അവിടെ അതാണ് സുന്നത്ത്. ചില ആൾക്കാർ പറയണം പള്ളിയിലുള്ള കൂലി എവിടെയാണോ കിട്ടുക, എന്തേ മദീന പള്ളിയിലുള്ള കൂലി ഇവിടെ എന്തായാലും കിട്ടൂലല്ലോ. ആ മദീന പള്ളിയുടെ കൂലി ഒഴിവാക്കിയിട്ട് തന്നെയല്ലേ നബി പുറത്തു പോയി നിസ്കരിച്ച്. അതെന്തേ? അങ്ങനെയുടെ വഹീ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. പ്രവാചകന്റെ ഇഷ്ടപ്രകാരം സംസാരിക്കാൻ പറ്റൂല മതകാര്യങ്ങളിൽ. വഹീ കിട്ടിയത് എന്താണോ അതേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? മുസല്ലയിലേക്ക്. ആ മുസല്ല എന്ന് പറയുന്നതിന് ഇമാം ഷാഫിഈ അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥമായ അൽ ഉമ്മിന്റെ 1-ാം വാല്യത്തിൽ 207-ാമത്തെ പേജ് പറഞ്ഞ എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ അദ്ദേഹം ജീവിപ്പിക്കണം എങ്ങനെയാണ്? ഈദ്ഗാഹ്, ഈ പെരുന്നാൾ നമസ്കാരം മുസല്ലയിൽ, ആ മുസല്ല എന്നുള്ളതിന് അദ്ദേഹം പുറം ഭാഗങ്ങളിൽ ഈദ്ഗാഹുകളിൽ വെച്ചാണ് നടത്തേണ്ടത് എന്ന് അൽ ഉമ്മി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തെക്കുറിച്ച് കേൾക്കാതെ ആരുണ്ടാവില്ല. ഇമാം ഷാഫി വരണത്. പക്ഷെ ഇമാം ഷാഫിന്റെ ആൾക്കാരാണ് ഞങ്ങള് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ ഇമാം ഷാഫിയുമായിട്ട് യാതൊരു ബന്ധമല്ലെന്ന് മനസ്സിലാവും. ഇതിലുമില്ല. ഇമാം ഷാഫി പറഞ്ഞിട്ട് കബർ കെട്ടിപ്പോക്കാൻ പാടില്ല. ആ ഇമാം ഷാഫിന്റെ ആൾക്കാരാണ് കബർ കെട്ടിപ്പോക്കണത്. ഷാഫി ഇമാം പറഞ്ഞെന്താ? കബറൊന്ന് കോരിയ മണ്ണല്ലാതെ ഒരു കൊത്ത അയക്കിടാൻ പാടില്ല എന്നാണ്, അല്ലേ? എത്ര സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പറഞ്ഞതാണ് ഈദ്ഗാഹുകളിലാണ് വേണ്ടത്. എന്നിട്ട് ഓല എന്താ പറയണത്? അവിടെ മറ്റു മൃഗങ്ങൾ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്തിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണോ നിങ്ങൾക്ക് നല്ലത്, പള്ളിയാണോ എന്നൊക്കെ പറഞ്ഞ് വലിയ പണ്ഡിതന്മാർ പറയണത് കാണാം. അവർ ഷാഫി ഇമാമിനെ കൊള്ളുകയാണോ തള്ളുകയാണോ? ഞാൻ സാന്ദർഭികമായി ചോദിച്ചൊരു കാര്യമാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് 1-2 പ്രാവശ്യം ശക്തമായ മഴ ഉണ്ടായിരുന്നു. അന്ന് റസൂലുള്ളാഹി സഹാബത്ത് മദീന പള്ളിയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അല്ലാത്ത സമയങ്ങളിലൊക്കെ കാലാവസ്ഥ അനുകൂലമായപ്പോൾ ഈദ്ഗാഹുകളിലായിരുന്നു നമസ്കാരം എന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ ഖുത്ബയിൽ ഇങ്ങോട്ട് പറഞ്ഞിരുന്നില്ലേ, ചെറിയ പെരുന്നാൾക്ക് ഈദ്ഗാഹുകളിലേക്ക് പോകേണ്ടത് ഭക്ഷണം കഴിച്ചിട്ടാണ്. ഇങ്ങനെയുള്ള ഭക്ഷണമാകണമെന്ന് ഒരു ഹദീസുകളിൽ കാണാൻ പറ്റും. പക്ഷെ ബലി പെരുന്നാളിന് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെയാണ് പോകേണ്ടത്. അതെന്താ കാരണം?
അതൊരു ത്യാഗത്തിൻ്റെ ദിവസമാണ്. ഇബ്രാഹിം നബി എന്ന് പറയുന്ന മഹാനായ പ്രവാചകന്റെ ജീവിതത്തിൽ നടന്ന ഒരു മഹാത്യാഗം, ആറ്റുനോറ്റ് കിട്ടിയ മകൻ്റെ കഴുത്തിൽ സ്വന്തം കൈകൊണ്ട് കത്തിവെക്കാൻ പറഞ്ഞ ദിവസം അല്ലേ? ആ ത്യാഗം ഓർമ്മ വരാൻ കുറച്ച് ത്യാഗമൊക്കെ നമുക്കും വേണം. അതുകൊണ്ടാണ് ഉരുവിനറുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് കൈകാലുകളിലെ നഖങ്ങൾ മുറിക്കാൻ പാടില്ല എന്നും രോമങ്ങൾ നീക്കം ചെയ്യാൻ പാടില്ല എന്നും പ്രത്യേക ദിവസങ്ങളിൽ പഠിപ്പിച്ചതും. അതോടൊപ്പം അതിനെ നമ്മുടെ സ്വന്തം മക്കളെപ്പോലെ ആറ്റുനോറ്റ് വളർത്തി പിന്നീട് അതിൻ്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോൾ നമുക്കൊരു സങ്കടം വേണം. അല്ല, ഇവിടെ നമ്മൾ പൈസ കൊടുത്താൽ ഞാൻ നീ കൂട്ടിക്കോ, എന്നിട്ട് അറക്കണ ദിവസം പോയാലേ അതിൻ്റെ ഒരു ത്യാഗം കിട്ടൂല, അതിൻ്റെ ഒരു ത്യാഗം കിട്ടൂല. അത് ശരിയാണല്ലോ, നമ്മളോട് റിലേറ്റീവായിട്ട് മാറാൻ പറ്റണം. ആ ഒരു ത്യാഗം അതിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിശ്വാസികളോട് അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾ അറക്കണീൻ്റെ ഇറച്ചിയൊന്നും എനിക്ക് വേണ്ട, അതിൻ്റെ രക്തവും വേണ്ട, അതിൻ്റെ ഒന്നും വേണ്ട, പക്ഷെ നിങ്ങളെ തഖ്വ എങ്ങനെയാണ്, സൂക്ഷ്മത എങ്ങനെയാണ് എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ് ത്യാഗം, ഭക്ഷണം കഴിക്കാതെ പോവുക എന്നുള്ളതാണ്. അതുപോലെ നേരത്തെ പോവുക, എത്രയും നേരത്തെ ഈദ്ഗാഹുകൾ പിരിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. പിന്നീട് സുന്നത്ത് എന്താ വെച്ചാൽ ധാരാളം തക്ബീർ ചൊല്ലി മുസല്ലകളിലേക്ക് പോവുക എന്നാണ് അല്ലേ? തക്ബീറിൻ്റെ രൂപങ്ങളൊക്കെ നമുക്കറിയാം. അത് ധാരാളം ഉരുവിട്ടുകൊണ്ട് തന്നെ നമസ്കാര സ്ഥലങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ നേരത്തെ എത്തിയിട്ട് തക്ബീറൊക്കെ ചൊല്ലി ഇങ്ങനെ ഇരുന്നിട്ട് ആ സമയം നിസ്കാരം വരെ ചെലവഴിക്കുന്നത് വരെ ഏറെ പുണ്യമുള്ള കാര്യമാണെന്നാണ്. നമ്മളത് ശ്രദ്ധിക്കലില്ലല്ലോ. ആ മുസല്ലയിൽ നിസ്കാരം ഒത്തുബൊക്കെ തുടങ്ങുന്നതിൻ്റെ ആ ഇടയിലുള്ള ആ കാത്തിരിപ്പുണ്ടല്ലോ, അത് ഏറെ കൂലിയുള്ള സമയമാണ് എന്നാണ്. അതുകൊണ്ട് നേരത്തെ പോയാൽ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ആ വിഷയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ചില പള്ളികളിലൊക്കെ കാണാം, ഞാൻ കഴിഞ്ഞ ഖുത്ബയിലെ ചെറിയ പെരുന്നാളിൻ്റെ ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ഒരാൾ ചൊല്ലുന്നു, കുറച്ചാൾക്കാർ ചൊല്ലുന്നു, മറ്റാൾക്കാർ ഏറ്റു ചൊല്ലുന്നു, ആ പണി ഇല്ല. തക്ബീർ ഒരുമിച്ച് ചൊല്ലണമെന്നില്ല, അത് കഴിവിൻ്റെ പരമാവധി ഓരോരുത്തരങ്ങനെ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ തൽബിയത്തൊക്കെ ചെല്ലുന്ന ഹാജിമാർക്ക് ആരെങ്കിലും ചൊല്ലിക്കൊടുക്കുക? അത് ഓലിങ്ങനെ പല സ്വരങ്ങളിൽ പല ശബ്ദങ്ങളിൽ മുഴക്കി ചൊല്ലിയാൻ ആ രൂപങ്ങളിൽ തന്നെ തക്ബീർ ഓരോരുത്തരായി ചെല്ലലാണ് പ്രത്യേകം സുന്നത്ത്. അത് സലഫി ഉലമാക്കൾ ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റാൾ ചൊല്ലൽ അത് ബിദ്അത്താണ് എന്നവരെ പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. എന്തിനാ ഈദ്ഗാഹുകളിലേക്ക് നിസ്കാരം മാറ്റം പറഞ്ഞ്? ആ സമയത്ത് മെൻസസ് പീരീഡുള്ള സ്ത്രീകൾക്ക് വരെ ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടാൻ, ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ, അവർ നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ, ഖുത്ബയിൽ അവർ പങ്കെടുക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊക്കെ അവർക്ക് കൂടി കിട്ടാനാണ് ഈ പുണ്യം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് നടന്നു പോവുക. ചിലപ്പോൾ എല്ലാവർക്കും പ്രായോഗത്തിൽ വരുത്താൻ കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ വണ്ടിയുള്ളവർ എന്താ ചെയ്യണ്ടേ? സലഫി ഉലമാക്കൾ പറഞ്ഞായിട്ട് കാണാൻ പറ്റും, കുറച്ച് ദൂരെ വണ്ടി നിർത്തുക അല്ലേ? അപ്പം പടന്നിൽ നിന്നൊക്കെ വരുന്നല്ല ഓരിമുക്ക് മാത്രം നിർത്തിക്കോളി. ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്ത് വരുന്നതിൽ കുറച്ച് ദൂരെ നിർത്തുക, എന്നാൽ നബിൻ്റെ സുന്നത്ത് കിട്ടാൻ വേണ്ടി അവിടെ നിന്ന് നടക്കുക, അപ്പോൾ കുറച്ചെങ്കിലും കിട്ടുമല്ലോ. അപ്പം അത് ശ്രദ്ധിച്ചാൽ ആ ഒരു പുണ്യമാണ്. അന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സുന്നത്താണ്. ആ ദിവസത്തെ അങ്ങനെ തിളക്കമുള്ളതാക്കി മാറ്റാം. ബുഖാരിയിൽ കാണാൻ പറ്റുമൊക്കെ ഒരു വഴിക്ക് വന്ന മറ്റൊരു വഴിക്ക് പോകൽ പ്രത്യേക സുന്നത്ത്. കൂടുതൽ ആളുകളെ പരിചയപ്പെടാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും അത് സഹായകമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായി കാണാൻ പറ്റും. ആശംസകൾ, അതിന് പ്രത്യേക വാക്കൊന്നും ഹദീസിൽ വന്നിട്ടില്ല. സഹാബികളൊക്കെ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും വസ്സാലിഹുൽ അഅമാൽ എന്നൊക്കെ പറഞ്ഞതായിട്ട് കാണാം. ഈദ് ആശംസകൾ പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് തെറ്റാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതൊക്കെ പരസ്പരം നമ്മൾ കൈമാറുക. മുറിഞ്ഞുപോയ കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ അത് വിളക്കി ചേർക്കാൻ പറ്റിയ ദിവസമാണ്. കയറി ചൊല്ലുക, അല്ലെങ്കിൽ ഒരു വിളി, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വിട്ടുകൊണ്ട് എല്ലാ പിണക്കങ്ങളും മാറ്റിയിട്ട് നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുടുംബങ്ങളെയൊക്കെ ഒന്ന് കൂട്ടിയിണക്കുക. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു സുന്നത്താണ് ശബ്ദത്തിൽ തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ്. നല്ല ശബ്ദത്തിൽ നിർവഹിക്കുക. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്നാലും സാന്ദർഭികവശാൽ ഉണർത്തിയെന്ന് മാത്രം എല്ലാ നന്മകളിലും നമ്മൾ കഴിവിൻ്റെ പരമാവധി ഭാഗവാക്കാവുക. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ സിറാത്ത് കടന്നു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ വിജയികളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒട്ടനവധി ആളുകൾ രോഗികളാണ്, പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഈ കൂട്ടത്തിൽ രോഗികളുണ്ടാകാം, പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, അല്ലാത്തവരുണ്ട്. അള്ളാഹു രോഗികൾക്ക്
പെട്ടെന്നുള്ള ഷിഫാഉൻ-ആജിൽ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ വലിയ രോഗങ്ങളിൽ നിന്നും വേദനാജനകമായ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെ നോക്കി കടന്നു വരുന്ന എല്ലാ ഫിത്നകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ ഏത് കോണിൽ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോകേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് സ്വർഗാവകാശിയായി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. കുവൈത്തിൽ നടന്ന തീപിടുത്തം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒട്ടനവധി പ്രയാസങ്ങളാണ്, ഒരുപാട് കുടുംബങ്ങൾക്ക് നഷ്ടങ്ങളാണ് അതിലൂടെ വന്നിട്ടുള്ളത്. നഷ്ടമനുഭവിച്ച, ജീവൻ നഷ്ടപ്പെട്ടു പോയ കുടുംബാംഗങ്ങളിൽ പലരും അവരെ ഓർത്ത് ദുഃഖിതരാണ്. നമുക്കറിയാം, അവരുടെ ഡെഡ് ബോഡികളൊക്കെ നാട്ടിലേക്ക് എത്തിക്കുന്ന ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടു കണ്ടു. അള്ളാഹു ആ കുടുംബങ്ങൾക്ക് ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രവർത്തകൻ്റെ ഭാര്യ, കണ്ണൂർ ജില്ലയിലെ ഒരു യുവതിയായ സഹോദരി, ജനിച്ചു വീണ മാസങ്ങൾ മാത്രം പ്രായമുള്ളൊരു പിഞ്ചു കുഞ്ഞുണ്ട്. മറ്റു 3 കുട്ടികളുമുണ്ട്. ക്യാൻസർ രോഗം ബാധിച്ച് ഇന്നലെ അവർ വിട പറഞ്ഞു. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ സഹോദരി നമ്മുടെ ഒരു പ്രവർത്തകൻ, സജീവനായ പ്രവർത്തകൻ്റെ ഭാര്യയാണ്. ആ സഹോദരിയുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.